ISROയെ സംബന്ധിച്ചും ഏറെ പ്രതീക്ഷയുള്ള ഒരു വർഷം കൂടിയാണ്. പുതുവത്സര ദിനത്തിൽ 60ാമത്തെ ഉപഗ്രഹ വിക്ഷേപണവുമായി ISRO. എക്സ്പോസ് ഉപഗ്രഹവുമായി PSLV C-58 രാവിലെ 9:10 കുതിച്ചുയരും. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിലെ ഒന്നാം വിക്ഷേപണ തറയിൽ നിന്നാണ് റോക്കറ്റ് ഉയരുക. ബഹിരാകാശ എക്സ്റേ സ്രോതസ്സുകൾ പഠിക്കുകയാണ് എക്സ്പോസാറ്റ് ഉപഗ്രഹത്തിന്റെ ലക്ഷ്യം. വിവരങ്ങളുമായി KP അഭിലാഷാണ് ചേരുന്നത്. അഭിലാഷ്, ഹാപ്പി ന്യൂ ഇയർ. നല്ലൊരു പുതുവർഷം ആശംസിക്കുന്നു. ഒപ്പം തന്നെ ഈ വാർത്തയുടെ വിവരങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ ISROയെ സംബന്ധിച്ചും ഏറെ പ്രതീക്ഷയുള്ള ഒരു വർഷം കൂടിയാണ്. ഇപ്പോൾ ഇന്നത്തെ വിക്ഷേപണം, അതിന്റെ പ്രാധാന്യം എത്രമാത്രമാണ്, എങ്ങനെയാണ് കാര്യങ്ങൾ? രഞ്ജിനിക്കും ഒപ്പം ന്യൂസ് 8ന്റെ എല്ലാ പ്രേക്ഷകർക്കും പുതുവത്സര ആശംസകൾ. രഞ്ജിനി സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നമുക്ക് അഭിമാനത്തോടുകൂടി ഈ പുതുവത്സര ദിനത്തിൽ റിപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വാർത്ത തന്നെയാണിത്. കാരണം 2023 എന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ബഹിരാകാശ ഗവേഷണ രംഗത്ത് അടയാളപ്പെടുത്തിയ ഒരു വർഷം തന്നെയായിരുന്നു. ചന്ദ്രയാൻ ദൗത്യം എന്നത് നമുക്കറിയാം. പ്രത്യേകിച്ച് മറ്റ് രാജ്യങ്ങൾ ഒന്നും തയ്യാറാകാതിരുന്ന ഒരു മേഖലയിലേക്ക് നമ്മുടെ ഉപഗ്രഹത്തെ വിജയകരമായി സോഫ്റ്റ് ലാൻഡിംഗ് നടത്താൻ നമുക്ക് സാധിച്ചിരുന്നു. അതിന് പിന്നാലെ ഇതാ 2024 ആദ്യ ദിനം തന്നെ മറ്റൊരു പരീക്ഷണത്തിന് തയ്യാറെടുക്കുകയാണ്. അതാകട്ടെ PSLVയുടെ 60ാമത്തെ വിക്ഷേപണം എന്ന പ്രത്യേകതയുമുണ്ട്. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിലെ വിക്ഷേപണ തറയിൽ നിന്ന് രാവിലെ 9:10 PSLV C-58 എന്ന റോക്കറ്റ് കുതിച്ചുയരുക. നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ തന്നെ ഇത് എക്സ്പോസാറ്റ് ഉപഗ്രഹവുമായാണ് ഈ വിക്ഷേപണം നടക്കുന്നത് എന്നുള്ളതാണ്. PSLV എന്നത് പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ എന്നത് ഇന്ത്യയുടെ ഏറ്റവും വിശ്വസനീയമായ റോക്കറ്റ് ആണ് എന്നതാണ് എടുത്തു പറയേണ്ടത്. ഈ ദൗത്യത്തിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്നത് അന്തരീക്ഷത്തിലെയും അതോടൊപ്പം തന്നെ ബഹിരാകാശത്തിലെയും എക്സ്റേ സ്രോതസ്സുകളെ സംബന്ധിച്ച പഠനമാണ്. 40ഓളം സ്രോതസ്സുകൾ ആണ് ഈ ഉപഗ്രഹവുമായി ബന്ധപ്പെട്ട പഠനം നടത്താനുള്ളത്. അതോടൊപ്പം തന്നെ മലയാളികൾക്ക് അഭിമാനിക്കാവുന്നത് പൂജപ്പുരയിലെ LBS വനിതാ കോളേജിലെ വിദ്യാർത്ഥികൾ തയ്യാറാക്കിയിട്ടുള്ള VSAT എന്ന ഒരു ഉപഗ്രഹം കൂടി. ഇങ്ങനെ 10 ഉപഗ്രഹങ്ങൾ ആണ് ഈ വിക്ഷേപണത്തിന്റെ ഭാഗമായി ബഹിരാകാശത്തേക്ക് എത്തുന്നത്. ഇതിൽ ഈ കുട്ടികൾ തയ്യാറാക്കി ISROയുടെ നേതൃത്വത്തിൽ തന്നെ തയ്യാറാക്കപ്പെട്ട ഉപഗ്രഹം എന്നത് അൾട്രാവയലറ്റ് രശ്മികളെ സംബന്ധിച്ചുള്ള പഠനത്തിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഇവ രണ്ടും പ്രധാനമായും കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ ആണ് നടത്താൻ പോകുന്നത്. ഇത്തരത്തിൽ ഒരു വിക്ഷേപണം അമേരിക്കയ്ക്ക് ശേഷം നടത്തുന്ന വിക്ഷേപണം എന്ന പ്രത്യേകത കൂടിയുണ്ട്. ഇതിൽ എടുത്തു പറയേണ്ടത് PSLVയുടെ വിജയകരമായ ഒരു മുന്നേറ്റം കൂടിയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ PSLVയുടെ 60ാമത്തെ വിക്ഷേപണമാണ്. ഇതിനു മുമ്പ് 59 PSLVകൾ ആണ് വിക്ഷേപണം, വിവിധ റോക്കറ്റുകൾ, വിവിധ ഉപഗ്രഹങ്ങളെ ബഹിരാകാശത്തേക്ക് എത്തിക്കുന്നതിന് വേണ്ടി പ്രയോജനപ്പെടുത്തിയിട്ടുള്ളത്. 1993 സെപ്റ്റംബറിൽ ആയിരുന്നു PSLVയുടെ ആദ്യ വിക്ഷേപണം നടന്നത്. അതിനുശേഷം 3 പതിറ്റാണ്ടിനിടെയാണ് ഈ 59 വിക്ഷേപണങ്ങൾ നടത്തിയിട്ടുള്ളത്. 345 ഉപഗ്രഹങ്ങളെ ഈ 3 പതിറ്റാണ്ടിനിടെ PSLVക്ക് ബഹിരാകാശത്തേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. ഇതിൽ തന്നെ 2 ദൗത്യങ്ങൾ ആണ് പരാജയപ്പെട്ടത്. PSLVയുടെ ആദ്യത്തെ ദൗത്യം തന്നെ പരാജയപ്പെട്ടു എന്നതാണ് വസ്തുത. അതോടൊപ്പം തന്നെ 2017 ഓഗസ്റ്റ് 31 ദൗത്യവും പരാജയപ്പെട്ടിരുന്നു. എന്നാൽ പിന്നീട് ഇതിനിടയിൽ നടന്നിട്ടുള്ള മറ്റ് ദൗത്യങ്ങളെല്ലാം തന്നെ വിജയകരമായി പൂർത്തിയാക്കാൻ സാധിച്ചിട്ടുണ്ട്. വിദേശ രാജ്യങ്ങളുടെ, പ്രത്യേകിച്ച് അമേരിക്കയുടേത് ഉൾപ്പെടെ 36, അമേരിക്കയുടെ അടക്കം 36 രാജ്യങ്ങളിലെ ഉപഗ്രഹങ്ങളെ ആണ് PSLV ഇത്തരത്തിൽ വിവിധ വിക്ഷേപണങ്ങളിലൂടെ ബഹിരാകാശത്തേക്ക് എത്തിച്ചത്. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച ചന്ദ്രയാൻ ഉൾപ്പെടെയുള്ള ദൗത്യങ്ങൾക്ക് അടക്കം ഇതേ PSLV തന്നെയായിരുന്നു ഒരു ഘട്ടത്തിൽ പ്രയോജനപ്പെടുത്തിയത്. അതിനുശേഷം നമുക്കറിയാം GSLV പോലെയുള്ള മറ്റ് റോക്കറ്റ് ശ്രേണികളും വന്നിട്ടുണ്ട്. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, ISROയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും ഏറ്റവും വിശ്വസനീയമായ റോക്കറ്റ് എന്ന് വിശേഷിപ്പിക്കുന്നത് PSLVയെ തന്നെയാണ്. ഇന്നലെ രാവിലെ 8:10 കൂടിയാണ് ഈ വിക്ഷേപണവുമായി ബന്ധപ്പെട്ട കൗണ്ട് ഡൗൺ ആരംഭിച്ചത്. 25 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന കൗണ്ട് ഡൗൺ പ്രക്രിയയാണ് ഇന്നലെ ആരംഭിച്ചത്. ആ കൗണ്ട് ഡൗൺ പ്രക്രിയ അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ മണിക്കൂറുകളിലേക്ക് കടന്നിരിക്കുകയാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ശാസ്ത്രലോകവും ISROയും ഒക്കെ പ്രതീക്ഷിക്കുന്നത് പോലെ ഈ കൗണ്ട് ഡൗൺ വിജയകരമായി പൂർത്തിയാക്കിയാൽ കൃത്യം 9:10 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നും PSLV C-58 റോക്കറ്റ് കുതിച്ചുയരും. അതാണ് സാഹചര്യം. PSLV C-58 റോക്കറ്റ് 9:15 കുതിച്ചുയരുക. KP അഭിലാഷ് ആണ് അതിന്റെ വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്.